നല്ലവണ്ണം ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കൂ. ചായതത് കടയതത് ജോലി തത് ചക്രപാണി തൻ വാക്യ. ചായക്കടയിലാണ് ജോലിയെന്ന് ചക്രവാണി അദ്ദേഹം പറയുന്നു. അതെ അതെ, കണ്ടോ മൂന്നാം ഭാവത്തിൽ ചായക്കട. നിൻ മകൾ തതു പ്രേമാഭിഷേക ബാർബറതു കാരണേതു ചക്രപാണി തൻ വാക്യ. തന്റെ മകൾ ഒരു ബാർബറുമായി പ്രേമത്തിലാണെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. പോലെ എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ചു കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവനൊരു ജിമ്മായതുകൊണ്ട് അവൻ എന്നെ എടുത്ത് പെരുമാറുമോ എന്നാണ് എനിക്ക് എന്റെ പേടി. അതിനെന്താ ഇപ്പൊ ഒരു വഴി? കൂടോത്രേ കൂടോത്ര കാരണേ ചക്രപാണി തൻ വാക്യ. കൂടോത്രം കാരണമാണെന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. ആര് കൂടോത്രം ചെയ്തെന്നാ? ഞങ്ങളാ കൂടോത്രം ചെയ്തത്. അതറിയാനല്ലേ ഇവിടെ നീണിക്കുന്നേ? ബന്ധു കൂടോത്രേയ, ആ അനിയ കൂടോത്രേ, അനിയ ഭാര്യ കൂടോത്രേയ, കല്യാണ നമ്പ വിഴുന്ത് കൂടോത്രേയ, വൈരാഗ്യ ബുദ്ധി കൂടോത്രേയ, മകൾ മാലതി കൂടോത്രേയ, കൂടോത്രേ കുക്കുടോത്രേ പ്രതികടയും സ്ഥൂനയും ശ്രീ പത്മനാഭ ചക്രപാണി തൻ വാക്യ. എന്താ? ബന്ധുവാണ് കൂടോത്രം ചെയ്തത്. അനിയന്റെ ഭാര്യയുടെ അനിയനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് വൈരാഗ്യം മൂത്ത് മകൾ മാലതിക്കും നിങ്ങൾക്കും കോഴിത്തലയിൽ കൂടോത്രം ചെയ്തിരിക്കുന്നു എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. ദുഷ്ടന്മാര് സമ്മതിച്ചിരിക്കുന്നു. ജ്ഞാനദൃഷ്ടി തന്നെ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആട്ടെ, ഇതിനെന്താ ഒരു പോംവഴി? ചെമ്പുനഗരിലെ കൂടോത്രേയ, ഇടുകൂടോത്രേയും പുറകൂടോത്രേയും കളകൂടോത്രേയ ചക്രപാണി തൻ വാക്യ. ആ ചെമ്പ് തകിടിലെ കൂടോത്രം എടുത്ത് പുറത്ത് കളയണമെന്നാണ് ചക്രപാണി അദ്ദേഹം പറയുന്നത്. ആഹാ, എന്നാണ് അതൊന്ന് എടുക്കാൻ സൗകര്യപ്പെടുക? നാളെ കൂടോത്രേയ സൂര്യോദയ നാഴിക 7 കൂടോത്രയും വീട് കൂടോത്രയും എടുകൂടോത്രയും പുറകൂടോത്രയും കളകൂടോത്രയും ചക്രപാണി തൻ വാക്യം. നാളെ സൂര്യോദയത്തിന് 7-ാം നാഴികയ്ക്ക് ഒന്ന് പുല്ലെടുത്ത് പുറത്ത് കളയി ചക്രപാണി തൻ വാക്യോ എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. വളരെ സന്തോഷം. എന്നാ ഞാൻ വരട്ടെ. അഡ്വാൻസ് കൂടോത്രയും ചക്രപാണി തൻ വാക്യ. അഡ്വാൻസ് തന്നിട്ട് പോയാൽ മതി എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അയ്യോ, ഞാനതങ്ങ് മറന്നു. 50 എന്ന സമസ്ത പുരാണ 100 200 പ്രതികയും സ്ഥൂനയും ചക്രപാണി തൻ വാക്യ. 50 പോരാ, 100 200 തന്നെ വേണമെന്ന് ചക്രപാണി അദ്ദേഹം പറയും. ഉഡാൻസും വേലത്തരവും സ്ത്രയും നമ്മുടെ ഉഡാൻസും വേലത്തരം ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട എന്ന് ചക്രപാണി അദ്ദേഹം പറയുന്നു. അയ്യോ, അങ്ങനെ ഒരു വേലത്തര ഞാൻ ഇറക്കത്തില്ലേ. ഇതൊരു 200 സ്ത്രയും 1 സ്ത്രയും അത്രയും മതിയ സ്ത്രയും. എന്താകോ സ്ത്രയും എന്തോ സ്ത്രയും എല്ലാ കാര്യവും ഞാനേറ്റ സ്ത്രയും. ശ്രീയേട്ടനാണോ? കാറുണ്ടെന്നില്ലേ? കാറ് കൊണ്ടുവന്നു. ഒരല്പം ദൂരെ ഇട്ടിരിക്കുക. ഇവിടെ കൊണ്ടുവന്നാൽ തിരിക്കാൻ പാടാ. പൂവാങ്ങാൻ വന്നതാണോ? അല്ല, പിന്നെ വെറുതെ ഒന്ന് കാണാൻ. എന്താ വെറുതെ വന്നൂടെ? വരാമല്ലോ. എനിക്കൊരു ഉപകാരം ചെയ്യൂ. വീണക്കമ്പി വാങ്ങാൻ കൂട്ടിവെച്ച കാശ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ, ഈ ചെപ്പിലുണ്ട്. എനിക്ക് കടയറിയില്ല. അതിനെന്താ, ഞാൻ വാങ്ങിത്തരാല്ലോ. വേറെ ആരോടും പറയാനില്ലാത്തോണ്ട് പറയാ. ഏലക്ക വിൽക്കുന്നതിനിടയിൽ സമയം ഉണ്ടാകുമോ എന്തോ? പൈസ ചിക്ക് വെച്ചോളൂ. വൈകിട്ട് വീട്ടിൽ വരുമ്പോ ഞാൻ കമ്പി കൊണ്ടുവരാം. ഞങ്ങൾ പണക്കാർക്ക് 2 കമ്പി വാങ്ങുന്ന വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. 2 ഏലക്കയുടെ വിലയല്ലേ ഉള്ളൂ. മറ്റേ കമ്പി വാങ്ങി വന്നാല് ചിക്കു എനിക്ക് എന്താ തരിക? മോര് തരാം. മോര് വേണം. അത് വെറുതെ വന്നാലും കിട്ടില്ലേ? പിന്നെന്താ വേണ്ടേ? വീണയില് കമ്പി കെട്ടിയിട്ട് ഒരു പാട്ട് പാടുമോ? അയ്യോ, പോട്ടെ. ഏലക്ക കൊണ്ടുപോകാൻ ലോറി വന്നാണ്. വൈകിട്ട് കാണാം. ജോസിയം വക്രികളാ, ജോസിയോ ജോസിയോ
ജോസിയം കൈരേഖ ബക്രികളാ കൈരേഖ കൈരേഖ കൈരേഖ. എന്താ ചക്രപാണി അദ്ദേഹം വന്ന ശേഷം നിനക്ക് കഞ്ഞിക്ക് വകയില്ലാതായി അല്ലടി കുഞ്ഞി. അതിന് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഞാൻ സഹിച്ചോളാം. എനിക്ക് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതേ ഞാൻ പഴയ ബീഡി വലിയൊക്കെ നിർത്തി. അവിടെ ഒരു കൈനാട്ടം. എടി തത്തയെങ്കിലും തെണ്ടിക്കാതെ തുറന്നു വിട്, അല്ലെ ഇതൊരു ദിവസം ഞാനങ്ങ് ചെയ്യും. കാക്കാട്ടി പോലും കാക്കാട്ടി. എടാ, അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടയ്ക്കും, നോക്കിക്കോ. അതിന് നീ ഒരു ജന്മം കൂടി ജനിക്കണമടി. ചോണയുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നീ ഒന്ന് പറഞ്ഞു വിടണ. അന്ന് ഞാൻ നിന്നെ പിടിച്ചതിനകത്ത് അടച്ച് നിന്നെ കൊണ്ട് ഞാൻ ചീറ്റടിപ്പിക്കും. എടുപ്പിക്കും നമുക്ക് കാണാം. എടീ നീ എടപ്പള്ളി കുറുപ്പിനോടാണ് കളിക്കുന്നത്, ഓർമ്മിച്ചോണമാ. നിന്റെ അപ്പൂപ്പനല്ലേ വലിയ പള്ളി, അയാളിവിടെ ഇരിക്കുമ്പോഴേ ഞാൻ എന്റെ തന്ത ഇവിടെ ഉണ്ട്. പിന്നെയാണ് നീ പോടാ പോടാ പോടാ, പോയി ജോലി നോക്കടാ. ഒരു വലിയ എടപ്പള്ളി വന്നിരിക്കുന്നു, പോടാ. അവന്റെ ഒരു കള്ള ജോസിയം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. അയ്യോ എന്നെ തത്ത, അയ്യോ എന്നെ തത്തയെ തുറന്നു വിട്ടേ. ആരാ നീ? സത്യം തുറന്നുവിട്ടാ. എന്തിനാ എന്നെ സത്യം തുറന്നു വിട്ടത്? എന്തിനാ? അയ്യോ എന്റെ തത്ത, എന്റെ തത്ത പോയേ. അയ്യോ ഞാൻ ഇനി ആരെ കൊണ്ട് ചീട്ടടിപ്പിക്കും? ഞാൻ എടുത്തോളാം. കാക്കാത്തിയമ്മയ്ക്ക് വിഷമം തോന്നരുത്. തത്തമ്മ കൂട്ടിന്ന് പോയാലും അതിന് തിന്നാൻ എപ്പോഴും എന്തെങ്കിലും കിട്ടും. ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി. തത്തമ്മയ്ക്ക് അല്ലാവുന്ന കാശ് എനിക്ക് തന്നാ മതി, ഞാൻ ചീട്ടെടുത്തോളാം. നിന്നെ കൊണ്ട് എങ്ങനെ ചീട്ടെടുപ്പിക്കും? കാക്കാത്തിയമ്മ പറഞ്ഞല്ലോ ആ എടപ്പള്ളിയോട്, തത്തയെ തുറന്നു വിട്ടാ അവനെ പിടിച്ചിരുത്തി ചീട്ടെടുപ്പിക്കുന്നു. ഞാൻ കേട്ടല്ലോ. തത്തമ്മയ്ക്കായാലും എടപ്പള്ളിക്കായാലും ചെലവിന് കൊടുക്കണ്ടേ? ആ കാശ് എനിക്ക് തന്നാ മതി, ഞാൻ ഇരുന്നോളാം. എന്തോ വിശന്നിട്ടല്ലേ കാക്കാത്തിയമ്മ? നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? വലിയ വിശപ്പുണ്ടോ? എന്നാ വാ. ഒരു പുട്ട് തന്നെ. നിന്റെ വീട് എവിടെയാ? അങ്ങ് ദൂരെ, കോഴിക്കോട് അടുത്ത് ബാലുശ്ശേരി എന്ന് പറയും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ആരുമില്ല. അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അമ്പലത്തിൽ ഊത്തായിരുന്നു. ബാലുശ്ശേരി ഗോപാലപ്പണിക്കരെന്ന് പറഞ്ഞ വലിയ നാദസ്വരക്കാരനാണെന്നാ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ പേര് മാത്രമേ ഉള്ളൂ. അച്ഛൻ മരിച്ചപ്പോ എനിക്ക് കിട്ടിയത് ഒരു കടുക്ക മാത്രമാ. പണ്ടങ്ങ് വായിച്ചപ്പോ ഏതോ ഒരു തിരുവേണി കൊടുത്താത്രേ. പട്ടിണി കൊണ്ടാ മരിച്ചുവെങ്കിലും അച്ഛൻ മരിച്ചപ്പോഴാ എനിക്ക് മനസ്സിലായത് വീടും കൂടിയും ഒന്നുമില്ലേലും അച്ഛൻ ഒരു വലിയ ആളായിരുന്നെന്ന്. അതെങ്ങനെയാ? ശവദാഹത്തിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. വലിയ ആളുകൾ മരിക്കുമ്പോഴല്ലേ ആളുകൾ കൂടുന്നത്. മതിയോ? നമുക്ക് ചീട്ടെടുക്കാൻ പോവാ. വേണ്ട വേണ്ട, ഞാൻ വേറെ സത്യം വാങ്ങിച്ചോളാം. നിനക്ക് വിശക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞാ മതി. പോയി കൈ കഴുകിയിട്ട് വാ. കാക്കാത്തിയമ്മേ, 2 വീണ കമ്പിക്ക് എന്താ വില? നിനക്ക് തലയ്ക്ക് വല്ല അസുഖം ഉണ്ടോ ചെറുക്ക? വാ. ഒറ്റ വില 200 രൂപ. എന്റെ അച്ഛന്റെ കടകന. ഏത് അച്ഛൻ്റെതായാലും എന്താ 200 രൂപ. ഇത് വലിയ തിരുവന് കൊടുത്തതാ. 200 രൂപ വേണമെങ്കിൽ തരാം. അല്ല എന്താ കൊണ്ടുവെക്കൂ. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കുള്ള ഒരൊറ്റ സാധന. ഒരു 250 തന്നൂടെ? പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, കൊണ്ടുപോണു. എന്നാ 2 വീണ കമ്പി വാങ്ങാനുള്ള കാശ് കടം തരൂ. തനിക്ക് കടന്നേരം നമ്മൾ തമ്മിൽ എന്താ പരിചയം? ഇങ്ങനെയൊക്കെയല്ലേ ആളുകളോട് പരിചയപ്പെടാ. മനുഷ്യനെ മെനകെടുത്ത് ഇറങ്ങിയിരിക്കുകയാണല്ലോ. എന്നാ ഒരൊറ്റ വില 200 രൂപ. അത് മാത്രം കൊണ്ടുപോകരുത് ചേട്ടാ. ഇവിടെ ഇരിക്കുന്ന വേറെ എന്തുണ്ടെങ്കിലും കൊണ്ടുപോയിക്കോളൂ. ഇത് മാത്രം കൊണ്ടുപോകരുത്. അച്ഛൻ എനിക്ക് ആ തന്തയുടെ പേര് ഇവിടെ കേട്ട് വരും. അമ്മമ്മയുടെ ഒരു സംഗീതം. ചേട്ടാ,
ചിക്കു എന്തിനാ കരയണേ? അച്ചേട്ടൻ ആറാം പിറന്നവളെന്ന് വിളിച്ചല്ലേ? സാരമില്ല, കൈ നീട്ടി. കൈ നീട്ടാൻ ഞാനാ പറഞ്ഞത്. നീട്ടില്ലേ ഞാൻ പോകും, പിന്നെ വരികയില്ല. നീട്ടിയേ. എനിക്കിനി ഇത് വേണ്ട. വീണ കമ്പികൾ കിട്ടിയില്ലേ? ഇനി ഒന്ന് ചിരിച്ചേ. ഇത് വാങ്ങിയ പാട്ട് പാടണമെന്ന് വെച്ചാണോ? ഇന്ന് പാടിയില്ലേലും വേണ്ട, പിന്നൊരു ദിവസം പാടിയാ മതി. വീണ അച്ചേട്ടൻ വിൽക്കാൻ കൊണ്ടുപോയി. 142 രൂപ 50 പൈസയ്ക്ക് ഒരു വീണ കിട്ടും. കുഴിക്കടാ, വെള്ളം കൊണ്ടുവാ, വെള്ളം തണ്ണീർ കൊണ്ടുവാ. ഇവിടെ കുഴിക്കാൻ. പുറം പൊളിക്കുന്നത് അയ്യോ, ഇത് വീട്ടുകാരറിയാതെ കഴിക്കാൻ വേണ്ടി ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച കുടിച്ചിട്ട ചാരായമാണ്. ഇത് മറന്നുപോയി. മഹാമായേ ഭദ്രകാളി അമ്മേ. ഇറങ്ങാൻ പോവാൻ എന്നെ പിടിച്ചോ, എന്നെ പിടിച്ചോ. വെള്ളം കൊണ്ടുവാ. ഇവിടെ കുടിയടാ, ഇവിടെ കുടിയടാ പുള്ളി. കിട്ടി കിട്ടി. കൊഴിത്തല ഇതിന്റെ വല്ല ഉപദ്രവവും ഇനിമേലിൽ ഞങ്ങൾക്ക് ഉണ്ടാകുമോ എന്നുകൂടി അറിയണം. ഇല്ല, ഇനി ഞാൻ ഇവനെ ഇങ്ങോട്ട് പറഞ്ഞയക്കത്തില്ല. നീ കർമ്മം കഴിഞ്ഞു, നീ അടുത്ത കർമ്മം തുടങ്ങാം. കണ്ടോ കണ്ടോ. ബാക്കി സുഖാൻ കേട്ടോ. ആഹാ ആഹാ.